ഇന്ന് ഇന്നലെ ഞാനൊരു ആരോപണം ഉന്നയിച്ചു. എന്താണ്? കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് നോമിനേഷനുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് പുറത്തുവിട്ടത്. തെരഞ്ഞെടുപ്പ് ഫ്രോഡ് നടത്തിയിരിക്കുന്നു, വോട്ട് ചോരി നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്ത കൃഷ്ണകുമാർ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല 5 തെരഞ്ഞെടുപ്പുകളിലായി അദ്ദേഹത്തിന്റെ പാർട്ട്ണർഷിപ്പ് കമ്പനികളെ കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെച്ചിരിക്കുന്നു. എന്തിനാ മറച്ചുവെക്കുന്നത്? കരാറുകൾ മറച്ചുവെച്ചിരിക്കുന്നു. എന്തിനാ മറച്ചുവെക്കുന്നത്? ആരെ പറ്റിക്കാനാ മറച്ചുവെക്കുന്നത്? പാലക്കാട് അങ്ങാടിയിലേക്ക് ഒരു സൈക്കിളുമായി കടന്നു വന്ന, കയ്യിൽ ഒന്നുമില്ലാതെ കടന്നു വന്ന കൃഷ്ണകുമാർ എങ്ങനെ ഇത്രയും വലിയ ബഹുരാഷ്ട്ര കമ്പനികളുമായിട്ടടക്കം കരാറുകൾ ഉണ്ടാക്കാൻ മാത്രം പോന്ന ധനാഢ്യനായി എന്ന് പാലക്കാട്ടെ BJPയുടെയും RSSന്റെയും പ്രവർത്തകർ തിരിച്ചറിയാതെ പോകാൻ, പാലക്കാട്ടെ പൊതുജനം തിരിച്ചറിയാതെ പോകാൻ മറച്ചുവെച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയായി കിട്ടിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. മാധ്യമങ്ങൾ ചോദിച്ചു. കളക്ടറേറ്റിൽ നിന്ന് പറഞ്ഞു പരാതി കിട്ടിയിട്ടുണ്ട്. നടപടിയെടുത്തോ? അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ എന്നാണ് മാധ്യമങ്ങൾ കൊടുത്ത മറുപടി. ഹിയറിംഗിന് വിളിച്ചില്ല പരാതിക്കാരെ. ആരാ ഒതുക്കി തീർത്തത്? പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി വാസ്തവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു. 3 വർഷം മുൻപ് നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപ്, അമിത്ഷായുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട പാർലമെന്ററി ബോർഡ് പോലും തീരുമാനിക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വം. അപ്പൊ BJPയുടെ സ്ഥാനാർത്ഥിയെ നോമിനേഷൻ തള്ളിപ്പോകുന്നെന്ന് രക്ഷിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ഏറ്റവും തെറ്റായിട്ടുള്ള കീഴ്വഴക്കം, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി, അതാണ് പാലക്കാട്ടെ വോട്ട് ചോരി. പാലക്കാട് ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു. ഒരു സംശയവും വേണ്ട. ഇത് നിയമപരമായി ഏറ്റവും അവസാനം നിമിഷം വരെ, ഏറ്റവും അവസാനം വരെയുള്ള പോരാട്ടവുമായി ഞാൻ മുന്നോട്ട് പോകും. ഒരു തർക്കവും വേണ്ട. ഒരു തവണയല്ല, റിപ്പീറ്റ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ 6 മാസം വെച്ചാൽ 5 ഇലക്ഷനെങ്കിലും ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 വർഷമെങ്കിലും ഈ നേതാവ് ഉള്ളിൽ കിടക്കാൻ മാത്രമുള്ള കുറ്റം ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവരാണ് സദാചാര മൂല്യത്തിന്റെ ഏറ്റവും വലിയ പതാകാവാഹകം, അല്ലേ? എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട. രാവിലെ ആയി കഴിഞ്ഞാൽ അമ്മേ എന്ന് വിളിച്ച് മുന്നോട്ട് പോകും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ മറ്റു പരിപാടിയാണ്. നാട്ടിലുള്ള സ്ത്രീകളെ മുഴുവൻ പകലായി കഴിഞ്ഞാൽ അമ്മയെ നമസ്തേ എന്ന് പറഞ്ഞു പോകാൻ, രാത്രി ആയി കഴിഞ്ഞാൽ വേറെ വിളിയുമായിട്ടാണ് ചെല്ലുന്നത്. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ BJPയോടും RSSനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭയപ്പെടുത്തിയാൽ ഭയക്കുന്നവനല്ല ഇവിടെ നിൽക്കുന്നത് എന്നുള്ള നല്ല ബോധ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ യൂത്ത് ലീഗിന്റെ പരിപാടിക്ക് വിളിച്ചപ്പോ സന്തോഷത്തോടെയാണ് വന്നത്. എല്ലാവരും പറഞ്ഞു, സന്ദീപ് കോൺഗ്രസിൽ ചേർന്നപ്പോ ആദ്യം തന്നെ പാണക്കാട് പോയി. എന്താ തർക്കമുള്ളത്, എന്താ സംശയമുള്ളത്? ഞാൻ അഭിമാനത്തോട് കൂടിയിട്ടാണ് പാണക്കാട് പോയിട്ടുള്ളത്. ഞാൻ കോൺഗ്രസിൽ ചേർന്ന് ഈ നിമിഷം വരെ എന്നെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ ഇടവും വലതും നിന്ന് സംരക്ഷിക്കുന്നത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കൂടിയാണ്. അത് അഭിമാനത്തോടെ പറയും. അത് കേരളത്തിലല്ല, ലോകത്ത് എവിടെ പോയാലും എനിക്ക് ആ സംരക്ഷണം കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ആരെ പഠിക്കാനാ? ഞാൻ ആരെ പഠിക്കാനാ? അതുകൊണ്ട് ആ ഭീഷണിയും ആ വിരട്ടലുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് പാലക്കാട്ടെ RSSനെയും BJP ഓർമ്മിപ്പിക്കാനുള്ളത്. ഇപ്പൊ എന്തൊക്കെയാ പറയുന്നത്? തെരുവിൽ നേരിട്ട് കളയും, അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും. വലിയ ഭീഷണിയാണ്. നമ്മൾ ജനാധിപത്യവാദികളാണല്ലേ? നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, ജനങ്ങളുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നവരാണ്, ഈ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്, പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ ഒരു വിഭാഗം നിന്നുകൊണ്ട് നിന്നെ തല്ലിക്കളയും, കൊന്നുകളയും, നിങ്ങൾ പ്രകടനം നടത്തിയാൽ തല്ലിക്കളയും, നിങ്ങൾക്ക് ജനാധിപത്യപരമായ അവകാശങ്ങൾ അനുവദിക്കില്ല, ഇത് പാലക്കാടാണെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങോട്ട് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ അടി ഇടി എന്നൊക്കെ പറഞ്ഞാൽ അത് ഏകപക്ഷീയാണ് കരുതിയിരിക്കുന്നത്, അല്ലേ? എടോ, ഇങ്ങോട്ടടിച്ചാൽ വേദനിക്കുമെങ്കിൽ അങ്ങോട്ടടിച്ചാലും വേദനിക്കും. നീ ഇങ്ങോട്ട് വരഞ്ഞാൽ മുറിയുമെങ്കിൽ അങ്ങോട്ട് വരഞ്ഞാലും മുറിയും. മനസ്സിലായല്ലോ? ഇങ്ങോട്ട് വരഞ്ഞാൽ മുറിയുമെങ്കിൽ അങ്ങോട്ട് വരഞ്ഞാലും മുറിയും. അതുകൊണ്ട് ആ ജാതി ഭീഷണിയൊന്നും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. പിന്നെ അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളുകൾ അപ്പുറത്ത് മാത്രമാണെന്നുള്ള ധാരണ വേണ്ട, ഇപ്പുറത്തുമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. അത് മാത്രമേ പറയുന്നത്, ഇപ്പുറത്തും ഉണ്ട്. ഇനിയിപ്പോ ഇത് ഭീഷണിയാണ് എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഭീഷണിയാണെന്ന് വെച്ചോ, ഭീഷണി തന്നെയാണ്. ഇവിടെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ജനങ്ങളെ
തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി, മതവർഗീയത ഇളക്കിവിടാൻ വേണ്ടി നടത്തുന്ന ഏത് പരിശ്രമത്തിനെതിരെയും UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ള പ്രസ്ഥാനമാണ് നമ്മുടേത്. അപ്പുറത്ത് നിൽക്കുന്ന RSSകാരനും BJPക്കാരനും ഇവിടെ എങ്ങനെയെങ്കിലും കുളം കലക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ കുളം കലക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ അപ്പുറത്ത് CPM നിൽക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്തുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവാത്ത? ഇത് മാത്രമല്ലല്ലോ, കേരളത്തിലുടനീളം സമാനമായ സാഹചര്യം ഉണ്ടാവുമ്പോൾ CPMന്റെ നേതൃത്വം ഇപ്പൊ മൗനം പാലിക്കുന്നു. മൗനം പാലിക്കുക മാത്രമല്ല, RSSും BJPയും പറയുന്നതിനേക്കാൾ വലിയ കൊടിയ വർഗീയത പല സ്ഥലങ്ങളിലും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കണ്ടു നമ്മുടെ ആ വ്യായാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശം. എന്തായിരുന്നു അതിന്റെ പേര്? മെക്സവൻ വ്യായാമം ചെയ്യുന്നവരും പോലും തീവ്രവാദികളാണെന്നാണ് CPM നേതാക്കന്മാർ വിശദീകരിച്ചത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തവർ മുഴുവൻ തീവ്രവാദികളാണെന്നാണ് CPM പറയുന്നത്. RSSും BJPയും പോലും പറയാൻ മടിക്കുന്ന വർഗീയത. ഒരു കാര്യം നിസ്സംശയം പറയാം, ജനങ്ങൾ ഇത് മുഴുവൻ കാണുന്നുണ്ട്. ജനങ്ങൾ ഈ കാര്യങ്ങൾ മുഴുവൻ കാണുന്നുണ്ട്. ഈ തരത്തിൽ നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ഒരു പരിശ്രമത്തിനും ഇനി നമ്മുടെ രാജ്യത്ത് നിലനിൽപ്പില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ട് അധികാരം. ഞാൻ ഈ സാമൂഹിക മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. നാട്ടിലെ യുവാക്കളുടെ പൾസ്, നാട്ടിലെ ജനങ്ങളുടെ പൾസ് തിരിച്ചറിയണമെങ്കിൽ ഇപ്പോ യുവാക്കൾ ഏറ്റവും അധികമുള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഒരു 15 വയസ്സ് മുതൽ അങ്ങോട്ട് 30 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർ ഏറ്റവും അധികമുള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. നമുക്കൊരു സന്തോഷകരമായ വാർത്ത, ഇൻസ്റ്റാഗ്രാമിൽ രാജ്യം ഭരിക്കുന്ന BJPയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്താ സൂചിപ്പിക്കുന്നത്? ഒരൊറ്റ ദിവസം കൊണ്ടാണ് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും ഒക്കെ വന്നു കൂടിയിരിക്കുന്നത്. ഈ നാട്ടിലെ ജനാധിപത്യത്തെ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദിയും BJPയും അട്ടിമറിച്ചിരിക്കുന്നു എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മൾ ബീഹാറിൽ കാണുന്നത്. ആവേശകരമായിട്ടുള്ള കാഴ്ച, അത്ഭുതകരമായിട്ടുള്ള കാഴ്ച. ബീഹാറിലെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് അങ്ങകല കിലോമീറ്ററുകൾക്കപ്പുറത്ത് രാഹുൽ ഗാന്ധി പോകുന്നു എന്നറിഞ്ഞാൽ വീട്ടിൽ ഭക്ഷണം വയ്ക്കാതെ എല്ലാ ജോലികളും ഉപേക്ഷിച്ചുകൊണ്ട് പാടത്ത് പണിയെടുക്കുന്ന കൃഷിവൽമാർ തുടങ്ങി വീട്ടമ്മമാർ വരെ ചെറുപ്പക്കാർ ആവേശപൂർവ്വം നടന്നുകൊണ്ടും സൈക്കിളിലും കിട്ടിയ വാഹനങ്ങൾ പിടിച്ചുകൊണ്ടും രാഹുൽ ഗാന്ധി വരുന്ന പാതയിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ഒന്ന് കാണാൻ വേണ്ടി, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ സംരക്ഷകനായിട്ടുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒന്നടുത്ത് നിന്ന് കാണാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ജനലക്ഷങ്ങളാണ് ബീഹാറിൽ ഇപ്പോ. അങ്ങോട്ട് ആദ്യം ഒരു ചെറു അരുവിയായി തുടങ്ങി, പിന്നീട് ഒരു കൈത്തോടായി മാറി, ഒരു പുഴയായി മാറി, ഒരു വലിയ ജനസാഗരമായി രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ ഇപ്പൊ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയും BJPയും സംഘപരിവാരങ്ങൾ ഇപ്പോ രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റം കണ്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ്, വിറളി പിടിച്ചു നിൽക്കുകയാണ്. ഒരു തർക്കവും വേണ്ട, ഒരു സംശയവും വേണ്ട, ഒരു പ്രയാസവും വേണ്ട. ഇന്ത്യയുടെ ജനാധിപത്യം 10 വർഷത്തിന് ശേഷം ഇതാ നമ്മൾ വീണ്ടെടുക്കാൻ പോവുകയാണ്. ഈ ഭരണം ഈ 5 വർഷം പിന്നിടുമെന്ന വിശ്വാസം പോലും BJPക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിശക്തമായി ജനാധിപത്യ പാതയിലൂടെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫാസിസ്റ്റ് ശക്തികളെ രാജ്യത്ത് നിന്ന് അധികാരഭ്രഷ്ടമാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഇപ്പൊ CPM ഒക്കെ നമ്മുടെ വോട്ട് ചോറുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തു. റഹീം വന്നു, ബ്രിട്ടാസ് വന്നു, എല്ലാവരും വന്നു അല്ലെ. 300 MP പരിപാടിയിലൊക്കെ പങ്കെടുത്തു. പക്ഷെ കേരളത്തിൽ എന്തേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത്? തൃശ്ശൂരിൽ കണ്ടില്ലേ നിങ്ങള്? തൃശ്ശൂരിൽ നമ്മൾ ഈ വളരെ പ്രത്യേകതയുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ അന്റാർട്ടിക്കയിൽ നിന്ന് സൈബീരിയൻ കൊക്കുകൾ ഇങ്ങനെ അല്ലെ ഏഷ്യൻ ഭൂഖണ്ഡം കണക്കാക്കി പറന്നു വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇലക്ഷൻ ആയപ്പോൾ ചില സൈബീരിയൻ കൊക്കുകൾ പൊന്നാനിയിൽ നിന്ന്, ചാലക്കുടിയിൽ നിന്ന്, ആലത്തൂരിൽ നിന്ന് പറന്ന് തൃശ്ശൂരിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ തൃശ്ശൂരിൽ വന്ന് ഇലക്ഷൻ സീസൺ കഴിഞ്ഞപ്പോ അവർ തിരിച്ചു പോയിരിക്കുകയാണ്. BJPക്കാരുടെ വീടുകളിൽ, ആളില്ലാത്ത ഫ്ളാറ്റുകളിലൊക്കെ ഇത്തരം വോട്ടർമാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്ന വ്യാജേന വോട്ടർ പട്ടികയിൽ 10,000 വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടു. ആ വ്യാജ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു. അങ്ങനെ കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു.
ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPക്ക് ഒരു MP ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായി. നമ്മളെല്ലാവരും വലിയ പ്രതിഷേധത്തിൽ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നിമിഷം വരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ നടന്ന കള്ളവോട്ടുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായവും ഇല്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ഒരു FIR പോലും ഇടാൻ തയ്യാറാകുന്നില്ല. മൂത്താന്തറയിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എപ്രകാരമാണോ CPM മൗനം പാലിക്കുന്നത്, അതുപോലെയുള്ള മൗനം അപ്പുറത്ത് തൃശ്ശൂരിലെ വോട്ട് ചോരിയുടെ കാര്യത്തിൽ പാലിക്കുന്നു. എന്തൊരത്ഭുതമാണ്! എന്ത് തെമ്മാടിത്തരം RSSും BJPയും ചെയ്താലും അത് മുഴുവൻ സംരക്ഷിക്കേണ്ട ഗതികേടിലേക്ക് ഇടതുപക്ഷമേ, CPM നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നു എന്ന ഏറ്റവും ഗതികെട്ട രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. ഊരിപ്പിടിച്ച വാളിന്റെയും ഉയർത്തിപ്പിടിച്ച കത്തിയുടെയും നടുക്കുകൂടി ഞാൻ നടന്നു പോയിട്ടുണ്ട് ബ്രണ്ണൻ കോളേജിൽ എന്ന് വീമ്പിളക്കിയിരുന്ന പിണറായി വിജയൻ ഇപ്പോ തന്റെ ആ ചെങ്കൊടി കൊണ്ടുപോയി അമിത്ഷായുടെ കാലിന് ചുവട്ടിൽ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്ന നാണം കെട്ട കാഴ്ചയാണ് കാണുന്നത്. എന്തിനാ പേടിച്ചിരിക്കുന്നത്? മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയുമുള്ള നൂറായിരം കേസുകളുടെ ഫയലുകൾ അമിത്ഷായുടെ ടേബിളിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള ഭയമാണ് അതിന് കാരണം. നിങ്ങൾ അപ്പുറത്തൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യയിൽ ഇനി ഒരു സംസ്ഥാനവും ബാക്കിയില്ല രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് വരാൻ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധിക്കെതിരെ RSSകാരൻ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. എന്തിന്റെ പേരിൽ? RSSനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ, BJPക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ, മോദിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി. ഒന്നും രണ്ടുമല്ല, 37ലധികം കേസുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ത്യയിലെ വിവിധ കോടതികളിൽ RSSും BJPയും ചേർന്ന് കൊടുത്തിട്ടുള്ളത്. അതിനും പുറമെ അദ്ദേഹത്തിന്റെ രോഗാതുരയായ മാതാവ്, ആ രോഗാതുരയായ മാതാവിനെ അടക്കം നിരന്തരമായി 48 മണിക്കൂറിലധികം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുന്നിലിരുത്തിക്കൊണ്ട് അവരെ മാനസികമായി തകർക്കും വിധം ചോദ്യം ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറായി. അദ്ദേഹത്തിന്റെ കുടുംബത്തെ നിരന്തരമായി വേട്ടയാടുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തിലധികമായി ഓരോ ദിവസവും രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരമായി ആക്ഷേപങ്ങൾ ചൊരിയുന്നു. രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുന്നു, കേസുകളിടുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സഖാക്കൾ കണ്ടുപഠിക്കണം, പിണറായി വിജയൻ കണ്ടുപഠിക്കണം. ആ രാഹുൽ ഗാന്ധി കാണിക്കുന്ന ആർജവത്തിന്റെ, രാഹുൽ ഗാന്ധിയുടെ തണ്ടല്ലിന്റെ ബലത്തിന്റെ ഒരു 10,000-ൽ ഒരു അംശമെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ആ മനുഷ്യൻ രാഹുൽ ഗാന്ധി RSSന്റെ ഈ ഭീഷണിക്ക് മുന്നിൽ ഈ നിമിഷം വരെ പതറിയിട്ടുണ്ടോ? ഈ നിമിഷം വരെ RSSന്റെയും BJPയുടെയും കേസുകൾക്ക് മുന്നിൽ തലകുനിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി തയ്യാറായിട്ടുണ്ടോ? ഈ നിമിഷം വരെ RSSന്റെയും BJPയുടെയും കേന്ദ്ര ഏജൻസികളുടെയും ഭീഷണിക്ക് മുന്നിൽ, വിരട്ടലിന് മുന്നിൽ രാഹുൽ ഗാന്ധി പതറിയിട്ടില്ലെങ്കിൽ, തളർന്നിട്ടില്ലെങ്കിൽ, തകർന്നിട്ടില്ലെങ്കിൽ, പതർച്ച വന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം രാഹുൽ ഗാന്ധിയുടെ മടിയിൽ കനമില്ല എന്നാണ്. രാഹുൽ ഗാന്ധിയുടെ മടിയിൽ കനില്ല. ഇവിടെ പിണറായി വിജയന് മകളുടെ ഒരു മാസപ്പടി കേസ് വന്നപ്പോഴേക്കും ഊരിപ്പിടിച്ച വാളുമില്ല, ഉയർത്തിപ്പിടിച്ച കത്തിയുമില്ല, സാഷ്ടാംഗം പോയി വീണിരിക്കുകയാണ്. ജഗതി പറയുന്നത് പോലെ സാഷ്ടാംഗം ഭ്രമിച്ചിരിക്കുകയാണ് അമിത്ഷായുടെ കാലിന്റെ ചോട്ടിൽ. എന്റെ സഖാക്കളെ, നാണമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, RSSനെതിരെയും BJPക്കെതിരെയും നിലകൊള്ളണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന, ഈ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ആത്മാർത്ഥമായിട്ട് പൊരുതണമെന്ന് ആഗ്രഹിക്കുന്ന അന്തസ്സുള്ള ഏതെങ്കിലും സഖാക്കൾ എന്റെ വാക്ക് ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളുടെ പാർട്ടിയെയും പ്രത്യയശാസ്ത്രത്തെയും അമിത്ഷായ്ക്കും RSSനും മുന്നിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ടുള്ള ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് UDFനൊപ്പം അണിചേരാൻ നിങ്ങൾ തയ്യാറാവുകയാണ് വേണ്ടത്. ഈ പോരാട്ടം, സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടം, കേരളത്തിന്റെ മതേതരത്വത്തെ സംരക്ഷിച്ചുകൊണ്ട്, ബഹുസ്വരതയെ സംരക്ഷിച്ചുകൊണ്ട് ഈ നാടിനെ സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടം നയിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ നാട്ടിലെ ഭരണകൂടവും ഇടതുപക്ഷവും അടക്കം RSSന് ദാസ്യപേര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കെട്ടകാലത്ത് ഈ നാടിനെ തിരിച്ചുപിടിക്കാൻ, ഈ നാടിന്റെ മതേതരത്വത്തെ കാക്കാൻ, ഈ നാടിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ, ഈ നാട്ടിലെ ജനങ്ങൾ തമ്മിൽ സമാധാനത്തോടെ സഹവർത്തിത്വം ഉണ്ടാക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാകൂ എന്ന തിരിച്ചറിവാണ് ഈ നിമിഷം നമുക്ക് വേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകർ സംഘടിപ്പിച്ച ഈ ജാഗ്രതാ സദസ്സിന് എന്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF.